അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 41ാം സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കമായി. ഡോക്ടർ വൈശാഖ് സദാശിവനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായും യദുകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ദേശീയ സെക്രട്ടറി ശ്രാവൺ ബി രാജ് 8-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമായാണ് ദേശീയ വിദ്യാഭ്യാസ നയ വിരുദ്ധ നിലപാടുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ശ്രാവൺ ബി രാജ് ജനം ടിവിയോട് പറഞ്ഞു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 41ാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഉദ്ഘാടന സഭ പൂർത്തിയാക്കി. ദേശീയ സെക്രട്ടറി ശ്രാവൺ ബി രാജാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹമായിരുന്നു 3 ദിവസമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിക്കുകയാണ്. എങ്ങനെയാണ് കേരള ഘടകത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് PM ശ്രീ അടക്കമുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിർ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനൊക്കെ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ കേരളത്തിലെ ABVPക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? പുതിയ നേതൃത്വം ചുമതലയേറ്റിട്ടുണ്ട്. കേരള വിദ്യാഭ്യാസ മേഖലയിൽ ABVPയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നാണ് വിലയിരുത്തുന്നത്? നമസ്കാരം. ഈ 41ാമത് സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ പുതിയ ഭാരവാഹികൾ ഇന്ന് ഇവിടുത്തെ ചുമതല ഏറ്റെടുത്തു. യദുകൃഷ്ണൻ ജി സെക്രട്ടറിയായും വൈശാഖ് ജി വീണ്ടും സംസ്ഥാന അധ്യക്ഷനായിട്ടും ചുമതല ഏറ്റെടുത്തു. വിദ്യാർത്ഥി പരിഷത്ത് ഒരു അഖിൽ ഭാരതീയ പെർസ്പെക്റ്റീവിൽ നമ്മൾ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അതെപ്പോഴും ഒരു എനർജി പവർ ഹൗസ് ആയിട്ടാണ് നമ്മളെപ്പോഴും കേരള ABVPയുടെ പ്രവർത്തനം കാണാറ്. ഇവിടുത്തെ സർക്കാർ ആയിക്കോട്ടെ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനുകളായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. അതായത് വിദ്യാർത്ഥി പരിഷത്തിനെ ക്യാമ്പസിൻ്റെ പുറത്ത് നിർത്താം. അതിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്ന ഇഷ്യൂ ആയിക്കോട്ടെ, ഈ ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ, കാരണം നമ്മുടെ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ ഇവിടുത്തെ പ്രദേശങ്ങളിൽ കെട്ടിയപ്പോൾ അതെല്ലാം അഴിച്ചു മാറ്റുന്നൊരു പ്രവണത ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. ഇത്രയും അധികം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. കാരണം ഒരു ഗവൺമെൻറ് തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു വിദ്യാർത്ഥികളുടെ ശബ്ദം, അതും വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ശബ്ദം. ആ ഒരു സന്ദർഭത്തിലാണ് വിദ്യാർത്ഥി പരിഷത്ത് അതിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികളുടെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസിന് വേണ്ടി നമ്മൾ പൊരുത്തുന്നത്. കേരളത്തിൽ ഏത് മേഖലയിലാണ് ഇഷ്യൂ ഇല്ലാത്തതെന്ന് പറഞ്ഞേ? കാരണം പ്രൈമറി എഡ്യൂക്കേഷനിൽ തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ വരെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൈമറി എഡ്യൂക്കേഷനിലെ ടെക്സ്റ്റ് ബുക്കുകളായിക്കോട്ടെ, അതിൽ വരെ ഇവിടെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടിരിക്കുന്നു. ഹയർ എഡ്യൂക്കേഷനിലെ യൂണിവേഴ്സിറ്റികളിൽ എന്താ നടക്കുന്നത്, എല്ലാ ഒരു അക്കാഡമിക് സ്പേസസിനെ തന്നെ ടോട്ടലി പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെയാണ് ഇന്ന് വിദ്യാർത്ഥി പരിഷത്ത് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുദാഹരണം നമ്മുടെ PM ശ്രീ പദ്ധതി. കാരണം ഇത് ഏത് സംസ്ഥാനമായിക്കോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം, കാരണം CPM വേറെ സംസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റില്ല, കോൺഗ്രസ് ഭരിക്കുന്ന ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഓൾറെഡി സൈൻ ചെയ്തൊരു ബില്ല് നട്ടലില്ലാത്തൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. കാരണം PM ശ്രീ ഒപ്പിടുന്നു, പിറ്റേന്ന് വന്നിട്ട് ഞങ്ങൾ കംബാക്ക് ആവാന്ന് പറയുന്നു. ഇതെന്താ പച്ചക്കറി വാങ്ങുന്ന പോലെയാണോ ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ പോളിസി? ഇപ്പോൾ റീസെൻ്റ്ലി എഡ്യൂക്കേഷണൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കോട്ടയം തന്നെ എടുത്തു നോക്കൂ. കോട്ടയത്തിൽ എത്ര കോളേജുകളാണ് അടച്ചിരിക്കുന്നത്? എത്ര കോളേജുകളിലാണ് 7-8 വിദ്യാർത്ഥികളായിട്ട് ക്ലാസ് റൂം ടീച്ചറുകൾ എടുക്കുന്നത്? കാരണം ബേസിക് ആയിട്ട് ഇവിടെ വിദ്യാർത്ഥികളില്ലാത്തപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ആയിട്ടാണ് വിദ്യാർത്ഥി പരിഷത്ത് കാണുന്നത്. കേരള സർക്കാർ ഈ വരുന്ന സമയങ്ങളിൽ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സമരങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള മുഴുവൻ ഊർജത്തോടെ ആയിരിക്കും ഈ ഒരു വിദ്യാർത്ഥി പരിഷത്തിൻ്റെ 41ാം സമ്മേളനം 2 ദിവസത്തിന് ശേഷം ഇവിടെ പൂർണ്ണമാവുക. മറ്റെങ്ങുമില്ലാത്ത വിധം കേരളത്തിലെ ക്യാമ്പസുകളിൽ ചില ശക്തികൾ ദേശീയ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇടത് ജിഹാദി ശബ്ദങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ. അതിനൊക്കെ എങ്ങനെയാണ് ഇനി പ്രതിരോധിക്കാൻ ശ്രമം ഉണ്ടാവുക? കാരണം വിദ്യാർത്ഥി പരിഷത്ത് അന്നും ഇന്നും എന്നും ഐഡിയോളജി ആയിട്ട് നേരിട്ടൊരു വിദ്യാർത്ഥി സംഘടനയാണ്. ഞങ്ങൾക്ക് ഇതുവരെ ആയുധം ഏന്തിയിട്ടുള്ളൊരു പ്രവർത്തനം വിദ്യാർത്ഥി പരിഷത്ത് ഇതുവരെ ചെയ്തിട്ടുമില്ല, ചെയ്യുകയില്ല. കാരണം നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇപ്പോൾ SFI തുടങ്ങിയ സംഘടനകളായിക്കോട്ടെ, ഇടത് സംഘടനകൾ, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ, മുസ്ലിം ഔട്ട്ഫിറ്റുകൾ, ഇവരെല്ലാവരും കൂടി എങ്ങനെയാണൊരു
ലെഫ്റ്റ് എക്കോസിസ്റ്റം തന്നെ എന്ന് പറയാം. ആ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ക്യാമ്പസുകളിൽ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഈ ഒരു പ്രവണത നമ്മൾ കാണാം. വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ക്ലിയർ ആണ്. നമ്മൾ ഐഡിയോളജിപരമായി രാഷ്ട്രപ്രദം എന്ന് പറയുന്ന ഐഡിയോളജി നമ്മൾ എല്ലാ ക്യാമ്പസുകളിലും വ്യക്തമായിട്ട് മുന്നോട്ട് വയ്ക്കും. അക്കാഡമിക് പ്രോഗ്രാംസ്, അതിനോടൊപ്പം തന്നെ ഇൻ്റലക്ച്വൽ ഡിബേറ്റ്സുകൾ, ഇത്തരത്തിൽ ഒരു സർഗാത്മകമായ കലാലയങ്ങളെയാണ് വിദ്യാർത്ഥി പരിഷത്ത് സ്വപ്നം കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരുന്ന സമയങ്ങളിൽ കാണാൻ സാധിക്കുക. വിദ്യാർത്ഥി പരിഷത്തിന്റെ ദേശീയ നേതാവ് എന്ന നിലയിലുള്ള ഒരു ചോദ്യമാണ്. പല രാഷ്ട്രങ്ങളിലും ഈ ജൻസി മുന്നേറ്റമൊക്കെ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള രീതികളിലേക്ക് പോകുമ്പോൾ ഭാരതത്തിൽ അത് ജൻസി ദേശീയതയ്ക്കൊപ്പം എന്നുള്ള ഒരു മുദ്രാവാക്യം ABVP മുന്നോട്ട് വെക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി ജൻസി തലമുറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ നോക്കൂ, നേപ്പാൾ ആയിക്കോട്ടെ, മഡഗാസ്കർ ആയിക്കോട്ടെ, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ഈ എല്ലാ രാജ്യങ്ങളിലെയും യുവജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ സർക്കാരിനെ തന്നെ മണിക്കൂറുകൾക്കകം മറിച്ചിടുന്നൊരു സിസ്റ്റം നമ്മളെല്ലാവരും കണ്ടതാണ്. നോക്കൂ, ആ സമയത്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ജെൻസി ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഐഡിയോളജിക്കെതിരാണ് ഭാരതത്തിലെ ജെൻസി, അവർ ആങ്കേർഡ് ആണ്, അവർ ഷോർട്ട് ടെമ്പേർഡ് ആണ്, എന്തും ചെയ്യാൻ തെറിക്കാൻ നിൽക്കുന്നൊരു ബോംബ് പോലെയാണെന്നാണ് രാഹുൽ ഗാന്ധി പരാമർശിച്ചത്. അതിനുശേഷം ഭാരതത്തിൽ എന്താ നടന്നത്? എത്ര സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടന്നു? പട്ന യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി, അങ്ങനെ നിരവധിയായ യൂണിവേഴ്സിറ്റികൾ. ഇത്തരത്തിൽ വലിയ വലിയ സർവകലാശാലകളിലെല്ലാം വിദ്യാർത്ഥി പരിഷത്ത് വിജയിച്ചു. അതും ഫുൾ പാനലുകളുള്ള വിജയം. അവർ 4-5 സംഘടനകളും ചേർന്നിട്ടാണ് പല സർവകലാശാലകളിലും മത്സരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഫിലോസഫി രാഷ്ട്രപ്രദമാണ്. ഇതിൽ നിന്നും വ്യക്തമാണ്. അതായത് ഭാരതത്തിലെ ജെൻസി ഒരിക്കലും നകാരാത്മകതയിൽ വിശ്വസിച്ചിട്ടില്ല, അവരെപ്പോഴും സകാരാത്മകതയിലേ വിശ്വസിച്ചിട്ടുള്ളൂ. രാഷ്ട്രപ്രദം വിദ്യാർത്ഥി പരിഷത്ത് വീണ്ടും പറയുന്നു, സ്റ്റുഡൻസ് പവർ ന്യൂസൻസ് പവറായിട്ടാണ് ഈ വിഘടനവാദികളൊക്കെ കാണുന്നത്. പക്ഷെ വിദ്യാർത്ഥി പരിഷത്തെ സംബന്ധിച്ച് സ്റ്റുഡൻസ് പവർ നേഷൻസ് പവറാണ്. അത് വീണ്ടും 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 എക്കോ ചെയ്യിപ്പിക്കുന്നതിലാണ് ഇന്ന് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനം. വളരെ നന്ദി. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിലെ ജൻസി ദേശീയതയുടെ ശബ്ദമായി ഉയർന്നു വരുന്നത് എന്നുള്ളത് ക്രിയാത്മകമായി ഭാരതത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിനൊക്കെ വളരെ പുരോഗമനപരമായി ചൂണ്ടിക്കാണിക്കാവുന്ന വസ്തുതയായി മാറുകയാണ്. ഒപ്പം തന്നെ കേരള വിദ്യാഭ്യാസ മേഖല നേരിടുന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. നിരവധിയായ പ്രശ്നങ്ങൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദമായി ABVPയുടെ പുതിയ ചുമതല നേതൃത്വം മാറും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നും ദേശീയ നേതൃത്വത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ വിവേക്, G വിനോദിനൊപ്പം മിഥുൻ മുരളി.